കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാൻ കെപിസിസി സമിതി രൂപീകരിച്ചു. കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ്, ജനറൽ സെക്രട്ടറിമാരായ കെ ജയന്ത്, PM നിയാസ് എന്നിവരടങ്ങിയ സമിതിയാണ് രൂപീകരിച്ചത്. ഒരു മണ്ഡലം കമ്മിറ്റിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കെപിസിസി സമിതി രൂപീകരിക്കുന്നത് അപൂർവമായി മാത്രം നടക്കുന്ന കാര്യമാണ്. കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാനാണ് കെപിസിസി സമിതി രൂപീകരിച്ചത്. കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ്, ജനറൽ സെക്രട്ടറിമാരായ കെ ജയന്ത്, PM നിയാസ് എന്നിവരടങ്ങിയ സമിതിയെ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ചുമതലപ്പെടുത്തിയതായി ജനറൽ സെക്രട്ടറി M ലിജു DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെ അറിയിച്ചു. ഒരു മണ്ഡലം കമ്മിറ്റിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കെപിസിസി സമിതി രൂപീകരിക്കുന്നത് അപൂർവമായി മാത്രം നടക്കുന്ന കാര്യമാണ്. ബെന്നി ബെഹനാന്റെ ഇടപെടലാണ് കെപിസിസി അടിയന്തര നടപടിക്ക് പിന്നിലെന്നാണ് വിവരം. 2 മാസം മുമ്പാണ് കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സമാൻ ചാലുളിയെ ജില്ലാ നേതൃത്വം നിർബന്ധിച്ച് രാജിവെപ്പിച്ചത്. നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ ബഹുഭൂരിപക്ഷം മണ്ഡലം ഭാരവാഹികളും പ്രവർത്തകരും സമാൻ ചാലുളിക്കൊപ്പം അണിനിരക്കുകയും സമാന്തരമായി പ്രവർത്തിച്ചു വരികയുമായിരുന്നു. കഴിഞ്ഞ മാസം തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറുമായും ചർച്ച നടത്തിയിരുന്നു പ്രവർത്തകർ. സമാൻ ചാലുളിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം നടത്തി കാരശ്ശേരിയിൽ തുടർഭരണം നേടാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്താനും DCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുന്നതിനും പ്രവർത്തകർ തീരുമാനമെടുത്തിരുന്നു. അതിനിടെ കാരശ്ശേരിയിലെ പ്രശ്നങ്ങൾ സമീപത്തെ കൊടിയത്തൂർ, മുക്കം, കൂടഞ്ഞി മണ്ഡലങ്ങളിലേക്കും നീങ്ങുന്നതായും സൂചനയുണ്ട്. DCC നേതൃത്വത്തിൻ്റെ നടപടിക്കെതിരെ ഈ മണ്ഡലങ്ങളിലെ ഭാരവാഹികളും രംഗത്തെത്തിയിട്ടുണ്ട്. സമാനോടൊപ്പം ചേർന്ന് പൊരുതാൻ തന്നെയാണ് ഇവരിൽ പലരുടെയും തീരുമാനം. ജില്ലയിൽ ചേവായൂരിൽ നിന്നുൾപ്പെടെ പാർട്ടിയിൽ നിന്ന് പ്രവർത്തകർ കൊഴിഞ്ഞുപോയതിന് പിന്നാലെ കാരശ്ശേരിയിൽ നിന്നും മലയോര മേഖലയിലെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും വൻതോതിൽ പ്രവർത്തകർ പാർട്ടി വിട്ടാൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് വലിയ നാണക്കേടാവും. പ്രിയങ്ക ഗാന്ധി പങ്കെടുത്ത ബൂത്ത് വാർഡ് ഭാരവാഹികളുടെ യോഗം ബഹിഷ്കരിച്ചും പരസ്യ പ്രതിഷേധം നടത്തിയും DCCയുടെ നടപടിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും അണിയറയിൽ ശക്തമായ നീക്കവും നടത്തിയിരുന്നു. എന്നാൽ പ്രതിഷേധം നടന്നാലുള്ള നാണക്കേടോർത്ത് DCC പ്രസിഡന്റും KPCC സെക്രട്ടറിയും പ്രതിഷേധക്കാരുടെ പ്രതിനിധികളുമായി വിഷയം ചർച്ച നടത്തിയിരുന്നു. സമാൻ്റെ രാജി അംഗീകരിച്ചിട്ടില്ലെന്നും സമാൻ തന്നെ പാർട്ടിയെ നയിക്കുമെന്നും അന്ന് ഉറപ്പു നൽകിയതായി പ്രതിഷേധക്കാർ പറയുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി കഴിഞ്ഞതോടെ നേതൃത്വം മലക്കം മറിഞ്ഞു. സമാൻ്റെ രാജി സ്വീകരിച്ചില്ലെന്ന പത്രവാർത്തയ്ക്ക് DCC പ്രസിഡന്റ് തിരുത്തു നൽകുകയും ചെയ്തു. ഇതോടെയാണ് കാരശ്ശേരിയിൽ ഭൂരിപക്ഷം പ്രവർത്തകരും നേതാക്കളും പോഷക സംഘടനാ പ്രവർത്തകരും നേതൃത്വത്തിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം വീണ്ടും പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്താനിരിക്കെ പ്രശ്നപരിഹാരത്തിന് നേതൃത്വം കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.